ഈ ആഗോലി ഇന്നലെ നമ്മുടെ ബോട്ടുകാർക്ക് കിട്ടിയ ആഗോലിയാണ്. ഈ ആഗോലി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ആഗോലിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? ഇത് നമ്മുടെ സാധാരണ വെള്ള ആഗോലിയല്ല, കറുത്ത ആഗോലിയല്ല, ഇതിന് എന്തോ ഒരു പേരുണ്ട്. ഇത് നമുക്കിത് കട്ട് ചെയ്ത് കറി വെക്കാം. അത് ഞാൻ കട്ട് ചെയ്യുന്നത് കാണിക്കാം. ഈ ചിതമ്പലെല്ലാം നന്നായിട്ട് പോക്കി കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുന്ന കാണിക്കാം. ഈ ആഗോലിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പം ഇതിൻ്റെ ചിതമ്പലൊക്കെ പോക്കി ഇത് ഞാൻ കട്ട് ചെയ്യട്ടെ. ഇത് ഇന്നലെ കിട്ടിയിട്ട് ഫ്രീസറിൽ വെച്ച ആഗോലിയാണ്. നമ്മൾ ഈ ഫ്രീസറിൽ വെച്ച മീൻ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല തണുപ്പ് പോകുന്നതിന് മുമ്പേ, അതായത് ഒരു ഹാഫ് തണുപ്പോട് കൂടി നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ല പൊടിയാതെ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും. തണുപ്പ് നന്നായിട്ട് പോയി കഴിഞ്ഞാൽ മീൻ നന്നായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം മീൻ കുഴഞ്ഞു പോകും. ഞങ്ങളിങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ഇത് ശരിയായ മെത്തേഡാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ മറ്റേ ഭാഗവും ഇതേപോലെ കട്ട് ചെയ്യാം. ഇത് അധികം തണുപ്പ് പോകാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുന്നത്. നല്ല തണുപ്പ് പോയി കഴിഞ്ഞ് മീൻ കുഴഞ്ഞിരിക്കും. ഇനി തല കട്ട് ചെയ്യുന്നത് കാണിക്കാം. ഇത് തലേൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ തലയുടെ രണ്ട് ഭാഗം ഒരേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യണം. ഇത് കുറച്ച് ചെമ്മീൻ നമ്മളിന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ ചെമ്മീൻ ആദ്യം തൊലിയെല്ലാം കളഞ്ഞ്, ചെമ്മീനും അതേപോലെ ഫ്രിഡ്ജിൽ നമ്മൾ ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് തൊലി കളയാൻ പറ്റും. കാരണം അത് ഫ്രഷ് ആകുമ്പോഴാണ് നമുക്ക് തൊലിയൊക്കെ കളയാൻ ബുദ്ധിമുട്ട് വരിക. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇതൊന്ന് കുഴഞ്ഞ മീനൊന്ന് ഇതാവുമല്ലോ, സ്റ്റിഫായി നിൽക്കില്ല. നല്ല ഫ്രഷ് ആകുമ്പോഴല്ലേ മീൻ സ്റ്റിഫായി നിൽക്കുക. അപ്പം ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ ഒന്ന് കുഴഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വേഗം നമുക്ക് തൊലി പൊളിക്കാൻ പറ്റും. വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ കറി ഉണ്ടാക്കാം. ഞങ്ങൾ ഇങ്ങനെയാണ് മീൻ കറി ഉണ്ടാക്കുക. നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പലരും പല രീതിയിലല്ലേ ഉണ്ടാക്കുക. ചിലപ്പോൾ ഇതിനേക്കാളും ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന അറിയുന്ന ആളുകൾ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യാം. തക്കാളി ഇട്ട്, പിന്നെ സവാള ചെറിയ പീസ് മതി, സവാള ഒരു ടേസ്റ്റിന് വേണ്ടി. പച്ചമുളക്, പുളി, ഞങ്ങൾ കുടംപുളിയല്ല വാളംപുളിയാണ് മീൻ കറിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം പുളി ഒഴിച്ച്, മീൻ കറിക്ക് കുറച്ച് പുളി അധികം വേണം, അപ്പോഴേ മീൻ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് ഞങ്ങളുടെ ടേസ്റ്റാണ്, പലർക്കും പല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. കാശ്മീരി മുളകാണ് മീൻ കറിക്കും എല്ലാത്തിനും കാശ്മീരി മുളകാണ്. അധികം എരിവ് ആർക്കും വേണ്ടാത്തത് കൊണ്ട് എല്ലാത്തിനും കാശ്മീരി മുളക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. തേങ്ങ അത് ഗ്രൈൻഡറിൽ ഒരുമിച്ച് അരച്ച് വയ്ക്കുന്നതാണ്.
തേങ്ങയും കറിവേപ്പിലയും ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരുമിച്ച് അരച്ച് വെക്കുന്നതാണ്. എപ്പോഴെപ്പോഴും അങ്ങനെ മിക്സിയിൽ അരക്കാറില്ല. ഇനി ഇതൊക്കെ കൂടെ, അയ്യോ ഇഞ്ചി ഇടാൻ മറന്നു, ഇഞ്ചി ഞാൻ പിന്നെ ചതച്ചിടാം. ഇനിയൊക്കെ കൂടെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ മിക്സിങ്ങിലാണ് മീൻ കറീൻ്റെ ടേസ്റ്റ്. ചിലർ ആദ്യം മീൻ പുളിയും മുളകും ഉപ്പും കൂടെ മീൻ ആദ്യം വേവിച്ചതിന് ശേഷമാണ് അരച്ചത് കലക്കി ഒഴിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഇങ്ങനെയാണ് വെക്കുന്നത്. ചിലപ്പോൾ അതായിരിക്കാം ഹെൽത്ത് വൈസ് നന്നാവുക, പക്ഷേ ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് ഒന്ന് തിളച്ച് കഴിയുമ്പോഴാണ് ഇതിലേക്ക് മീനിടേണ്ടത്. ഇത് കറി ഗ്യാസിലേക്ക് വെക്കട്ടെ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴാണ് ഇതിലേക്ക് മീനിടേണ്ടത്. ചെമ്മീൻ നമുക്ക് മസാല തേക്കാം. മഞ്ഞളിട്ട്, പിന്നെ കുരുമുളക്, പച്ചമുളക്, കാശ്മീർ മുളക്, ഉപ്പ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഉള്ളിയും തക്കാളിയൊക്കെ മുറിച്ചിടണം. ഇവിടെ കുട്ടികൾക്ക് ഈ ചെമ്മീൻ്റെ ഗ്രേവി നല്ല ഇഷ്ടമാണ്. ഒന്നുകിൽ ഗ്രേവി അല്ലെങ്കിൽ ഡ്രൈ ഫ്രൈ, അതാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ നമ്മൾ ഈ തക്കാളി ഉള്ളിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ഗ്രേവി നല്ല ടേസ്റ്റ് ആയിരിക്കും. കറി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കണം. അപ്പോൾ ഉപ്പ് പാകമാണ്. ഇത് മീൻ കറിയിലേക്ക് ഇടാം. മീനിൻ്റെ മുട്ടയാണ്. മീൻ തിളച്ച് കഴിഞ്ഞാലാണ് ഈ മീനിൻ്റെ മുട്ട അതിലേക്ക് ഇടേണ്ടത്. ഇതൊക്കെ ഞങ്ങൾ വെക്കുന്ന രീതിയും ഇതൊക്കെയാണ്. നിങ്ങൾ എങ്ങനെയാണ് വെക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ കമൻറ്റ് ചെയ്യുക. അല്ലാത്ത വേറെ രീതി ഉണ്ടോ? അല്ലെ മുട്ട വേറെ തന്നെ വേവിക്കും. മുട്ടയും ഉപ്പും മഞ്ഞളും മുളകും ഒക്കെ കൂടി ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേറെ തന്നെ വേവിക്കും. ഇനി ഇതൊന്ന് അടച്ച് വെക്കാൻ തിളക്കട്ടെ. നമ്മൾ ചെമ്മീൻ നമുക്ക് ഗ്യാസിലേക്ക് വയ്ക്കാം. ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം, ഇതിൽ നമ്മൾ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടതുകൊണ്ട് ഉള്ളിയിൽ നിന്നൊക്കെ വെള്ളം വരും. ചെമ്മീൻ വേവാൻ അത്രയും വെള്ളം മതി. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു വാട്ടറി ആയിപ്പോകും. നല്ല ഞാൻ വെന്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. നല്ല ടേസ്റ്റിലായത് വരാം. ഇവിടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. മീൻ കറി ഈ പ്രത്യേകിച്ച് വലിയ മീനൊക്കെ ആകുമ്പോൾ നമ്മൾ ഇളക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ചെറിയ സ്പൂൺ ഇട്ടിട്ട് മെല്ലെ ഇളക്കുക. ശരിക്ക് ഇങ്ങനെ ടവലെടുത്തിട്ട് ഇങ്ങനെയാണ് ശരിക്ക് ചെയ്യേണ്ടത്. എല്ലാ ഭാഗവും ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ ഇത് കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. പിന്നെ ആ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കഴിഞ്ഞിട്ട് കറിവേപ്പില ഇട്ട് അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങനെ കിടക്കട്ടെ. അപ്പോഴേ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തിളച്ച ഉടനെ തന്നെ ഓഫാക്കി കഴിഞ്ഞാൽ കറി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്.
നമ്മൾ ചെമ്മീനിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് ചെമ്മീൻ ഇതാ ഒരു ഹാഫ് വേവായിട്ടുണ്ട്. ചെമ്മീനൊക്കെ ശരിക്കും ഒരു 5 മിനിറ്റ് വേവേ ഉള്ളൂ. പക്ഷെ നമ്മൾ വീട്ടിലൊക്കെ നന്നായിട്ട് വേവിക്കും. ആ 5 മിനിറ്റ് വേവ് കഴിഞ്ഞ് പിന്നീട് എത്ര നമ്മൾ വേവിച്ചാൽ ഈ ചെമ്മീൻ റബ്ബർ പോലെ കിടക്കും. ആ ഒരു പാകത്തിന് എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ചെമ്മീൻ, കൂന്ത ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. ചെമ്മീനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടാണ്. കുറച്ചുകൂടെ വേണം, ഒരിത്തിരിയും കൂടെ ആ എണ്ണയിൽ കിടന്ന്. കുറച്ച് കുരുമുളക്, ആ മുളക് ഒന്ന് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് വേവട്ടെ. ചെമ്മീൻ വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഗ്രേവി. ചെമ്മീൻ ലാസ്റ്റ് നമ്മൾ ഫൈനൽ സ്റ്റേജിൽ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ചെമ്മീന്. നമ്മൾ ചെമ്മീനും കൂന്തയൊക്കെ എപ്പോഴും നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നോൺ സ്റ്റിക്കിൽ വെച്ചാൽ ടേസ്റ്റ് ഇല്ലെന്നല്ല, പക്ഷേ ഇരുമ്പിൻ്റെ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രഡീഷണലായിട്ട് അങ്ങനെയല്ലേ വെക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ വെച്ചിട്ട് കമൻറ്റ് ചെയ്യുക.